പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരളത്തിൽ കഴിഞ്ഞ 10 വർഷമായി അധികാരത്തിലിരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ വളരെ ദുരിതപൂർണമായിട്ടുള്ള ഒരു ചുറ്റുപാടുകളിലൂടെ ജീവിച്ചു വന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലങ്ങളെക്കുറിച്ചിട്ടുള്ള വീഡിയോകളൊക്കെ നമ്മൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ കാണുന്നുണ്ട്. 11 പേരുണ്ടായിരുന്നു. കോരൻ്റെ ഭാര്യ കല്യാണി എന്നാണ് അവരുടെ പേരെന്ന് എന്നാണ് ഞാൻ കരുതുന്നത്. 11 മക്കളുണ്ടായിരുന്നു. അതിൽ 6-7 പേരും മരിച്ചു. 2-3 പേർ മാത്രമാണ് ബാക്കി ഉണ്ടായിരുന്നത്. അവർ വളരെ ദുരിതപൂർണമായിട്ടുള്ള ഒരു ജീവിത സാഹചര്യങ്ങളിലൂടെയാണ് കടന്നു വന്നത്. പലപ്പോഴും ഈ ബുക്കിനകത്ത് റൊട്ടി പോലെയൊക്കെ വെച്ച് കൊണ്ടുപോകുമായിരുന്നു. ചില സമയങ്ങളിൽ ഭക്ഷണം കഴിക്കാൻ പോലും പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പിണറായി വിജയൻ വളരെ ദൈന്യതയോടുകൂടി തൻ്റെ ദുരിതപൂർണമായിട്ടുള്ള ജീവിത ചുറ്റുപാടുകളെക്കുറിച്ച് പറയുന്നത് നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ കേൾക്കുകയുണ്ടായി. സുഹൃത്തുക്കളെ, ആ പിണറായി വിജയൻ രാഷ്ട്രീയത്തിലൂടെ കടന്ന് വളർന്ന് വികസിച്ച് നേതാവ് ആദ്യം അദ്ദേഹം ജില്ലാ കമ്മിറ്റി അംഗമായി, ജില്ലാ സെക്രട്ടേറിയറ്റായി, ജില്ലാ കമ്മിറ്റി സെക്രട്ടറിയായി, കണ്ണൂർ ജില്ലാ കമ്മിറ്റി സെക്രട്ടറിയായി. പിന്നീട് സംസ്ഥാന കമ്മിറ്റി, സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വന്നു. 1996 അദ്ദേഹം സഹകരണ ഊർജ്ജ വകുപ്പ് മന്ത്രിയായി. 1998 ശ്രീമാൻ ചടയൻ ഗോവിന്ദൻ അവിചാരിതമായി അർബുദ രോഗബാധിതനായി മരിച്ചപ്പോൾ അദ്ദേഹം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായി. പിന്നീട് 4 ടേം സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. 2014-15 മറ്റോ ആ സ്ഥാനത്ത് നിന്ന് മാറി 2016 മുഖ്യമന്ത്രിയായി. ഇപ്പോൾ 10 വർഷക്കാലമായി അദ്ദേഹം മുഖ്യമന്ത്രിയായി ഇരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഈ കാലയളവിലുള്ള പിണറായി വിജയൻ്റെ ഒരു രൂപഭാവ മാറ്റം നമ്മളൊന്ന് വിശകലനം ചെയ്താൽ അതേപോലെ നമ്മൾ ഞെട്ടി തരിച്ച് തലയിൽ കൈവച്ച് പോകും എന്ന് പറയാനാണ് എനിക്ക് ആഗ്രഹം. ചെറ്റക്കുടിലിൽ പിറന്ന് പട്ടിണിയിലൂടെ ജീവിച്ചു വന്ന പിണറായി വിജയൻ ഇന്ന് ധൂർത്തിൻ്റെ ഒരു സാമ്രാജ്യത്തിൻ്റെ അധിപനാണ്, ചക്രവർത്തിയാണ് എന്ന് പറഞ്ഞാൽ അതിലെന്തെങ്കിലും തെറ്റ് നമുക്ക് പറയാൻ പറ്റുമോ സുഹൃത്തുക്കളെ? ദുരിതപൂർണമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിൽ കൂടി വളർന്ന് ഇത്രയും പതിറ്റാണ്ടുകൾ കൊണ്ട് ധൂർത്തിൻ്റെ സാമ്രാജ്യത്തിലെ ചക്രവർത്തി ആ നിലയിലേക്ക് പിണറായി വിജയൻ മാറിയിരിക്കും. നമ്മൾ പിണറായി വിജയൻ്റെ ധൂർത്തിനെക്കുറിച്ച് ഏറെയും കുറഞ്ഞുമൊക്കെ നമ്മൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കേട്ട ഒരു ഞെട്ടിക്കുന്ന സംഭവവികാസം എന്താ? സംഭവവികാസം അദ്ദേഹവുമായി ബന്ധപ്പെട്ട് വിദേശയാത്രയ്ക്ക് പോയ കിറ്റെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ വസ്ത്രവ്യാപാര സാമ്രാജ്യത്തിൻ്റെ ഉടമ സാബു എം ജേക്കബ് അദ്ദേഹം നടത്തിയ ഒരു പരാമർശമാണ് ഈ പിണറായി വിജയൻ ധൂർത്ത് സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തിയാണ് എന്ന് ചിന്തിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് സാബു എം ജേക്കബ് ഇദ്ദേഹവും കൂടി പിണറായി വിജയനും കൂടി പാരീസിലോ മറ്റോ പോയി. അവിടെ ചെന്നപ്പോൾ പിണറായി വിജയൻ അവിടെ എടുത്തൊരു സൂട്ട്, ആ സൂട്ടിൻ്റെ ഒരു ദിവസത്തെ വാടക റെൻ്റ് എന്ന് പറയുന്നത് 7 ലക്ഷം രൂപയായിരുന്നു എന്നാണ് സാബു എം ജേക്കബ് ആ അഭിമുഖത്തിൽ പറയുന്നത്. ആ ഭാഗം നമുക്കിനി ഒന്ന് കേൾക്കാം. പിണറായിലേക്ക് ഞാൻ ചേരാനായിട്ട് ഞാനിപ്പോ ആ ബന്ധം വളർന്നു. അതേ മുഖ്യമന്ത്രിയായി കഴിഞ്ഞപ്പോ ഞാൻ എന്ത് വിചാരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ മനസ്സിൽ ഒരുപാട് ആശയങ്ങളുണ്ട്. ആ ആശയങ്ങള് കേരളത്തിൽ നടപ്പിലാക്കിയാൽ ഒരുപക്ഷെ കേരളം ഇന്ത്യയിലെ തന്നെ സംസ്ഥാനമായിട്ട് മാറും, രക്ഷപ്പെടും, ജനങ്ങൾ രക്ഷപ്പെടും എന്ന് തോന്നി. അപ്പോ എല്ലാവരും പറഞ്ഞു ഇങ്ങനെ ഇരട്ടച്ചങ്കനാണ്. ഞാനും മനസ്സിലാക്കിയപ്പോൾ വളരെ സത്യസന്ധനായിട്ടുള്ള, വളരെ ആർജവമുള്ള, ഏതും നടപ്പിലാക്കാൻ ശേഷിയുള്ള ഒരാളായിട്ടാണ് ഞാൻ അദ്ദേഹമായിട്ട് ഇടപഴകും എനിക്ക് തോന്നിയിട്ടുള്ളത്. അതോടൊപ്പം ഈ ഇരട്ടച്ചങ്കനും സത്യസന്ധമായിട്ട് പറയുന്നു. ആദ്യം കയറിയ ദിവസങ്ങളിലുള്ള അദ്ദേഹത്തിന്റെ പ്രസ്താവനയും പ്രവർത്തനവും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് വളരെയധികം ആഗ്രഹം തോന്നി. ഇദ്ദേഹത്തിന്റെ കൂടെ കൂടിയിട്ട് എനിക്കെന്തായാലും ഈ രാഷ്ട്രീയത്തിൽ ഇറങ്ങി ഈ കേരളത്തെ നന്നാക്കാൻ സാധിക്കില്ല. അപ്പൊ എന്റെ മനസ്സിലുള്ള ആശയങ്ങൾ ഇദ്ദേഹത്തിൽ കൂടി നമുക്ക് ഈ കേരളത്തെ രക്ഷപ്പെടുത്തിയെടുക്കാം. ആ ഒറ്റ ഉദ്ദേശത്തിലാണ് ഞാൻ കൂടിയത്. അപ്പൊ നമ്മൾ പറയില്ലേ ഈ അണ്ടിയോട് അടുക്കുമ്പോഴാ പുളി അറിയുന്നതെന്നുള്ളത്. അപ്പൊ ഈ ഭരണപരമായിട്ട് ഞാൻ ഇടപെട്ട് അദ്ദേഹമായിട്ട് അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ പല പ്രവർത്തനങ്ങളിലും എനിക്ക് വളരെ ദുരൂഹതകളും ആശങ്കകളും തോന്നി.
ഞാൻ എന്റെ വീട്ടിൽ വെച്ച് പരിചയപ്പെട്ട് സംസാരിച്ചിരുന്ന ഒരു പിണറായി അല്ല യഥാർത്ഥ പിണറായി. അദ്ദേഹത്തിന്റെ അതെ, അത് തോന്നിയത് കൊണ്ടാണ്, പലപ്പോഴും തോന്നി, ഞാനത് പലപ്പോഴും എന്റെ ആശങ്കകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ സംസാരിക്കുന്നു. പക്ഷെ വീണ്ടും ഇതിന്റെ കൂടെ ഒരു ഭാഗമായിട്ട് രാഷ്ട്രീയമല്ലേ. അപ്പൊ ഞാനും പലപ്പോഴും എന്നോട് പറയും അത് രാഷ്ട്രീയമാണ്, ഫണ്ട്സ് കുറവുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയും. അതൊക്കെ വിശ്വസിച്ച് നമ്മൾ അങ്ങനെ മുന്നോട്ട് പോയി. പക്ഷെ ഒരു സ്റ്റേജിൽ വന്നു കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ ആർഭാടവും, പ്രത്യേകിച്ച് ഞാന് അദ്ദേഹത്തിന്റെ കൂടെ യാത്ര ചെയ്യുമ്പോൾ, വിദേശ രാജ്യങ്ങളിൽ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഒരു നേരം പോലും ഭക്ഷണം വയറു നിറച്ച് കഴിക്കാൻ ആളുകൾ ബുദ്ധിമുട്ടുന്ന ഈ കേരളത്തില് അദ്ദേഹം പോയിട്ട് ഓരോ സമയം ലഞ്ചായിക്കോട്ടെ ഡിന്നർ ആയിക്കോട്ടെ ആർഭാടത്തോട് ലക്ഷങ്ങൾ മുടക്കിയുള്ള ഭക്ഷണം, അതുപോലെ താമസിക്കുന്ന ഹോട്ടലുകള് 3 ലക്ഷം രൂപയും 4 ലക്ഷം രൂപയും ഒരു രാത്രിക്ക് വരുന്ന ഹോട്ടൽ റൂമുകള്, അങ്ങനെ അദ്ദേഹത്തിന്റെ ആർഭാട ജീവിതം വന്നപ്പോ എനിക്ക് തോന്നി ഇത് ശരിയല്ല എന്ന്. ഒരു സ്ഥലത്ത് എനിക്ക് തോന്നുന്നു പാരീസിൽ ചെല്ലുമ്പോ അദ്ദേഹം ബുക്ക് ചെയ്ത റൂമിന് ഏതാണ്ട് 7 ലക്ഷം രൂപയായിരുന്നു. അപ്പോ അതേ ഹോട്ടലിൽ തന്നെ ഞാനും താമസിക്കണല്ലോ. എനിക്കത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കി. കാരണം എന്നെ സംബന്ധിച്ച് വ്യവസായിയാണ്, 7 ലക്ഷം രൂപയുടെ ഹോട്ടൽ എന്റെ ജീവിതത്തിൽ എനിക്ക് സ്വപ്നം പോലും കണ്ടിട്ടില്ല എന്നുള്ളത്. ഞാൻ സാധാരണ ഒരു 7,000 റുപ്യ അല്ലെങ്കിൽ 16 റുപ്യയിൽ കൂടുതലുള്ള ഹോട്ടലിൽ ഞാൻ താമസിച്ചിട്ടില്ല. പൈസ ഇല്ലാഞ്ഞിട്ടല്ല, അത് അങ്ങനെ വേസ്റ്റ് ആക്കാൻ പാടില്ല. ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് ആ പൈസ ഉണ്ടെങ്കിൽ ഒരു വീട് പണിയാലോ. സുഹൃത്തുക്കളെ കേട്ടല്ലോ. അപ്പൊ 7 ലക്ഷം രൂപ പ്രതിദിന വാടകയുള്ള ഒരു മുറി എടുക്കുന്നു. അത് ഫ്രഞ്ച് പ്രസിഡന്റ് പോലും താമസിക്കാൻ കഴിയാത്ത ഒരു 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 അത്ര വാടകയുള്ളൊരു മുറിയാണതെന്ന് അവിടെ $8,000. അപ്പോൾ അവിടെ മുറി എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും സാബുവും ജേക്കബ് എന്ന് പറഞ്ഞ ശതകോടീശ്വരനും പറഞ്ഞ പോലെ ഒരു അസ്വസ്ഥത തോന്നി. കാരണം ഒരു ജനകീയ മുഖ്യമന്ത്രി, അതും CPM-ന്റെ ഒരു മുഖ്യമന്ത്രി, ലളിത ജീവിതം മാത്രമേ നയിക്കാവൂ എന്ന് അവരുടെ പാർട്ടി പരിപാടിയിൽ എഴുതി വച്ചിട്ടുള്ള പാർട്ടിയുടെ ഒരു മുഖ്യമന്ത്രി സമ്പന്ന രാജ്യത്തിൻ്റെ ഒരു തലസ്ഥാനത്ത് വന്നിട്ട് $8,000, അതായത് 7 ലക്ഷം രൂപയുടെ വാടകയ്ക്കുള്ള മുറിയെടുത്തപ്പോൾ ശതകോടീശ്വരനായിട്ടുള്ള സാബുവും ജേക്കബ് പോലും ഞെട്ടിപ്പോയി. അദ്ദേഹം പിണറായി വിജയനോട് പറഞ്ഞു, സാർ ഇത് ആരെങ്കിലും അറിഞ്ഞാൽ എന്താവോ സാർ എന്നൊരു അവസ്ഥയൊക്കെ ചോദിച്ചു. പിണറായി വിജയൻ അസ്വസ്ഥനായി. പിണറായി വിജയൻ ആ മുറിയിൽ നിന്ന് മാറി വേറൊരു മുറിയിൽ പോയി വാടകയ്ക്കെടുത്തു. പക്ഷേ സാബുവും ജേക്കബിനോടുള്ള കലിപ്പ് തീർന്നില്ല എന്നാണ് സാബുവും ജേക്കബ് ആ അഭിമുഖത്തിൽ പറയുന്നത്. അത് പിന്നീട് പിറ്റേന്ന് നടന്ന സംഭാഷണത്തിലൂടെയൊക്കെ അത് തെളിഞ്ഞു പോലും. അപ്പോൾ സാബുവും ജേക്കബിനോട് ഇന്നലെ ചെയ്യുന്ന ആൾ ചോദിച്ചു, നിങ്ങൾ എത്ര രൂപയുടെ വാടകയിലേക്ക് പോയി? അയ്യോ, ഞാനൊരു 16,000 ഒരു 20,000 രൂപയ്ക്ക് അപ്പുറത്തൊന്നുമുള്ള മുറികളിലൊന്നും ഞാൻ താമസിച്ചിട്ടില്ല എന്നാണ് സാബുവിൻ്റെ മറുപടി. സുഹൃത്തുക്കളെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ധൂർത്തിൻ്റെ സാമ്രാജ്യത്തിൽ ഈ ചക്രവർത്തിയുടെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. കോരൻ്റെ മകൻ, പുസ്തകത്തിൽ റൊട്ടി വെച്ച് കൊണ്ടുപോയ പയ്യൻ, ചില ദിവസങ്ങളിൽ പട്ടിണി കിടന്ന പയ്യൻ, അദ്ദേഹം ഈ പട്ടിണി പാവങ്ങളുടെ ഒരു പാർട്ടിയിൽ അംഗമാകുന്നു. തൊഴിലാളി വർഗ സർവാധിപത്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയിൽ അദ്ദേഹം അംഗമാകുന്നു. ആ പാർട്ടിയിലൂടെ വളർന്ന ആ പാർട്ടിയുടെ വലിയ ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവായി മാറുന്നു. ആ പാർട്ടിയിൽ എഴുതി വച്ചിരിക്കുന്നത് എന്താണ്? കമ്മ്യൂണിസ്റ്റുകാരൻ, സഖാവ് എന്ന് വിളിക്കുന്നവൻ, ലളിത ജീവിതം നയിക്കേണ്ടവൻ എന്ന് ആ പാർട്ടിയിൽ എഴുതി വച്ചിരിക്കുകയാണ്. ആ പാർട്ടിയുടെ നേതാവായി വന്നിട്ട് പാരീസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെന്നിട്ട് അവിടെ ഒരു ദിവസം 7 ലക്ഷം രൂപ വാടകയുടെ മുറിയെടുക്കുകയാണ്. സുഹൃത്തുക്കളെ, ഇത്ര ഒരു വലിയ വൈരുദ്ധ്യമാണ് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കൂ. അദ്ദേഹത്തെ ധൂർത്തന്മാരുടെ സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തി എന്ന് വിളിക്കാൻ ഞാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം അടിമുടി ഒരു ധൂർത്തനാണ് എന്നുള്ളത് കൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ ധൂർത്തുമായി ബന്ധപ്പെട്ട് എത്രയോ കഥകൾ കേരളത്തിലുണ്ട്, എത്രയോ അനുഭവങ്ങൾ കേരളത്തിലുണ്ട്. 22 കോടി രൂപ ഒരു വർഷം വാടകയ്ക്ക് ഹെലികോപ്റ്റർ എടുക്കുന്നു. ഒരു ദിവസ വാടക 5 ലക്ഷം രൂപ ഹെലികോപ്റ്ററിന്, അതിൽ പറന്ന് നടക്കുന്നു. എല്ലാം എവിടെ നിന്നുള്ള പണമാണ്? ഖജനാവിൽ നിന്നുള്ള പണമാണ് എന്ന് നമ്മൾ ഓർക്കണം. അദ്ദേഹത്തിൻ്റെ വീട്ടിലെ പശുത്തൊഴുത്ത് നന്നാക്കാൻ 40 ലക്ഷം രൂപ ചെലവഴിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 5 കോടി രൂപ ചെലവഴിക്കുന്നു.
അദ്ദേഹം 40 പേരുടെ അകമ്പടിയിൽ അദ്ദേഹം യാത്ര ചെയ്യുന്നു. അദ്ദേഹത്തിന് പല ഘട്ടങ്ങളിലായി കാർ മേടിക്കുന്നതുമായി ബന്ധപ്പെട്ട് 4-5 കോടി രൂപ അതിനു വേണ്ടിയിട്ട് ചെലവഴിക്കുന്നു. അദ്ദേഹത്തിൻ്റെ 2 നിലയുള്ള വീട്ടിൽ ലിഫ്റ്റ് വെക്കുന്നു. അദ്ദേഹത്തിന് നാടെമ്പാടും ചുറ്റിത്തിരിയാനുള്ള നവകേരള ബസ്സിൽ 2 പടി ഇറങ്ങുമ്പം അതിൽ നിന്ന് ലിഫ്റ്റ് വയ്ക്കുന്നു. അദ്ദേഹം ഭാര്യയും മകനും മരുമകനും കൊച്ചുമകനുമൊക്കെയായി 25ഓളം രാജ്യങ്ങൾ സന്ദർശിക്കുന്നു. അതിനൊക്കെ എത്ര കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ടെന്ന് ഉള്ളത് അയാൾക്കും സർക്കാരിനും മാത്രമേ അറിയത്തുള്ളൂ. അപ്പം ആ നിലയിലുള്ള ഒരു ധൂർത്തപുത്രൻ അയാൾക്ക് ഒരു ദിവസം 7 ലക്ഷം രൂപയുടെ വാടകയുള്ള മുറിയിൽ താമസിച്ചിട്ടും അയാൾക്ക് ഒരു ബുദ്ധിമുട്ടും തോന്നിയില്ല. അയാളുടെ കൂടെ ഉണ്ടായിരുന്ന ശതകോടീശ്വരന് തന്നെ വലിയൊരു വൈക്ലഭ്യം തോന്നുന്നു. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. ഇതെന്ത് സംസ്ഥാനമായി വെച്ചാൽ ഈ പണം മുഴുവൻ എവിടെ നിന്നാണ്? ഇയാളുടെ തായ്ക്കണ്ടി തറവാട്ടിലെ ഖജനാവിൽ നിന്നല്ലല്ലോ. ഇവിടുത്തെ പാവങ്ങൾ കൊടുക്കുന്ന, ഇവിടുത്തെ പട്ടിണി പാവങ്ങൾ ഉൾപ്പെടെ കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്നുള്ള ഖജനാവിൽ നിന്നാണ് ഇയാൾ ഒരു ദിവസം 7 ലക്ഷം രൂപ ചെലവഴിക്കുന്നത്. ഇയാൾ 25 രാജ്യങ്ങളിലേക്ക് പോകുന്നത്, ഇയാളുടെ വീട്ടിലെ പശുത്തൊഴുത്ത് നന്നാക്കുന്നത്, ഇയാളുടെ വീട്ടിലെ മതിലിന് പൊക്കം കൂട്ടുന്നത്, ഇയാളുടെ വീട്ടിൽ ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഇയാളുടെ സ്വിമ്മിംഗ് പൂള് നന്നാക്കുന്നത്. ഇയാൾ എന്താണ് വിചാരിച്ചിട്ടുള്ളത്? കൽപ്പാത്ത കാലത്തോളം മുഖ്യമന്ത്രി ആയിരിക്കുക എന്നുള്ളതാണോ? അടുത്ത മാസം അറിയാം അതിൻ്റെ വിഷയം എന്തായിരിക്കും എന്നുള്ളത്. സുഹൃത്തുക്കളെ, ഈ സംസ്ഥാനത്തിൻ്റെ പൊതുക്കട എത്രയാ? ഇയാൾ 10 വർഷം മുമ്പ് വരുമ്പോൾ 1.5 ലക്ഷം കോടിയായിരുന്നു. ഇപ്പോൾ 6 ചില്ലാനും ലക്ഷം കോടിയാണ് കേരളത്തിൻ്റെ കടം. എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇന്ന് ജനിക്കുന്ന മുതൽ നാളെ മരിക്കുന്നത് വരെയുള്ള ഉള്ളവരുടെ തലയ്ക്ക് മുകളിലുള്ള പ്രതിശീർഷ കടം പെർ ക്യാപിറ്റ ഡെറ്റ് ഏതാണ്ട് 1.5 ലക്ഷം രൂപയാണ്. അങ്ങനെ ഉള്ളപ്പോഴാണ് ഈ ധൂർത്തപുത്രൻ ഒരു ദിവസം 7 ലക്ഷം രൂപ വാടകയുള്ള മുറിയിൽ പോയി താമസിക്കുന്നത്. നാളെ ആലോചിച്ച് നോക്ക്. കേരളത്തിൽ സർക്കാർ ജീവനക്കാർക്കും കരാറുകാർക്കും കൂടെ ചേർന്ന് ഏതാണ്ട് 1 ലക്ഷം കോടി രൂപയുടെ കുടിശ്ശികയുണ്ട്. കേരളത്തിലെ സപ്ലൈകോയ്ക്ക് ഏതാണ്ട് 3000 കോടി രൂപ കുടിശ്ശികയുണ്ട്. കേരളത്തിൽ മരുന്ന് കമ്പനികൾക്ക് ഏതാണ്ട് 400 കോടി രൂപയുടെ കുടിശ്ശികയുണ്ട്. ക്ഷേമ പെൻഷൻ വരെ എത്രയോ മാസം കുടിശ്ശികയായിട്ട് കിടന്നതാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ പ്രലോഭനം എന്നുള്ള നിലയിൽ 1-2 മാസത്തെ ഇത് കൊടുത്തു തീർക്കുന്നത്. കേരളത്തിലെ ആശമാർ, ആയിരക്കണക്കിന് ആശമാർ ഒരു വർഷം സമരം ചെയ്തു. അവർക്ക് ഒരു മാസം 200 രൂപയെങ്കിലും കൂട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് കൂട്ടിക്കൊടുക്കാത്തയാളാണ് 22 ലക്ഷം രൂപ 22 കോടി മുടക്കി ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുക്കുന്നത്, കോടികൾ മുടക്കി കാറുകൾ വാങ്ങി കാറുകൾ മാറ്റുന്നത് മുതൽ 7 ലക്ഷം രൂപ ഒരു ദിവസം വാടകയുള്ള മുറിയിൽ വരെ താമസിക്കുന്നത്. ആലോചിച്ച് നോക്കണം. ചെറ്റക്കുടിലിൽ ജീവിച്ച കോരൻ്റെ മകൻ്റെ അയാളുടെ ട്രാൻസ്ഫർമേഷൻ ഉണ്ടായത് എങ്ങനെയാണ്? പാവപ്പെട്ടവൻ്റെ പാർട്ടി, പട്ടിണി പാവങ്ങളുടെ പാർട്ടി, മുണ്ട് മുറുക്കിയെടുത്ത് പാർട്ടി പ്രവർത്തനം നടത്തുന്നവരുടെ പാർട്ടി, ലളിത ജീവിതം നയിക്കണം എന്ന് രേഖകളിൽ എഴുതി വയ്ക്കുന്നവൻ്റെ പാർട്ടി, ആ പാർട്ടിയുടെ നേതാവായിട്ടുള്ള ഇയാളാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്തായാലും നമുക്ക് ഒരു സുവർണാവസരം ലഭിച്ചിരിക്കുകയാണ്. ഇയാളെ ഇരുത്താൻ, ടു ഷോ ഹിം ദ പ്ലേസ് ഹി ഡിസേർവ്സ്, നമുക്കൊരവസരം ഉണ്ടായി വന്നിരിക്കുകയാണ്. അതാണ് ഏപ്രിൽ 9 തെരഞ്ഞെടുപ്പ്. ഇതുപോലെയുള്ള ധൂർത്ത പുത്രന്മാരുടെ സാമ്രാജ്യത്തിലെ ചക്രവർത്തിമാരെ മൂലക്കിരുത്താനുള്ള അസുലഭമായിട്ടുള്ള അവസരം, നമ്മുടെ സമ്മതിദാനാവകാശം ഉപയോഗിക്കാനുള്ള അവസരം ഉയർന്നു വന്നിരിക്കുകയാണ്. അത് ഉപയോഗിച്ചുകൊണ്ട് ഈ ധൂർത്തന്മാരുടെ സാമ്രാജ്യത്തിലെ ഈ ചക്രവർത്തിയെ ഇരുത്താൻ നമ്മൾ തയ്യാറാവണം. അതിനുവേണ്ടി ഏപ്രിൽ 9 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇയാളെ പുറത്താക്കുന്നതിന് വേണ്ടി, പുറത്താക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളുടെ എല്ലാവരുടെയും സമ്മതിദാന ആവശ്യം നമ്മൾ ഒറ്റക്കെട്ടായി ഉപയോഗിക്കണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ കേരളത്തിലെ സമ്മതിദായകരോടും പാർട്ടി അണികളോടും പാർട്ടി അനുഭാവികളോടും എനിക്ക് പറയാനുള്ളത്.